Hello everyone. Today we are going to discuss the unit Understanding Indian History. എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി ഇസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. ചില ആളുകൾ വിചാരിക്കുന്നത് ഹിസ്റ്ററി എന്നാൽ പണ്ടുള്ള രാജാക്കന്മാരുടെയും അവരുടെ യുദ്ധങ്ങളെയും കുറിച്ചുള്ള ഒരു പഠനം ആണെന്നാണ്. എന്നാൽ ഹിസ്റ്ററി ഈസ് നോട്ട് ജസ്റ്റ് സ്റ്റഡി ഓഫ് ബാറ്റിൽസ് ആൻഡ് കിങ്സ്, ബട്ട് ഇറ്റ് ഈസ് ആൻ അനാലിസിസ് ഓഫ് സൊസൈറ്റി, എക്കണോമി ആൻഡ് കൾച്ചറൽ ട്രെൻഡ്സ് ഓവർ എ ലോങ് പീരീഡ്. എന്താണ് ഹിസ്റ്റോറിയൻസ് ചെയ്യുന്നത്? ദ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ഫാക്റ്റ് ആൻഡ് ഫിക്ഷൻ. എവിഡൻസുകളുടെ ബേസിൽ, സോഴ്സസിൻ്റെ ബേസിൽ അവർ ഫാക്റ്റ് ആൻഡ് ഫിക്ഷൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത് വി അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യാസ് ഏൻഷ്യൻറ്റ് പാസ്റ്റ്, know about various types of source material used by our ancient historians, and we can identify changing traditions of history writing. ഇത്രയാണ് നമ്മൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സോഴ്സസ് ഫോർ റീകൺസ്ട്രക്റ്റിംഗ് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കാം. അപ്പോൾ നമ്മുടെ ഹിസ്റ്റോറിയൻസിന് പാസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സോഴ്സ് മെറ്റീരിയലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് സോഴ്സസിൻ്റെ എക്സാമ്പിൾ നോക്കാം. ചാൾസ് മാസോൺ നോട്ടീസ് ദ ഹൈ വാൾസ് ആൻഡ് ടവേഴ്സ് ഓഫ് an old settlement in Harappa village. 5 decades later, Sir Alexander Cunningham collected some seals from the site. John Marshall took another 50 years to identify the oldest civilization in Indus region. അതുപോലെ തന്നെ ഹർഷാസ് ബയോഗ്രഫർ റാണ ഭട്ട് ഹു റോട്ട് ഹർഷചരിത. ഈ ഹർഷചരിത ഇതൊക്കെ സോഴ്സസ് ആണ്. ഹിസ്റ്റോറിയൻസിന് പാസ്റ്റിനെ കുറിച്ച് അറിയാൻ കിട്ടിയ നല്ല സോഴ്സസ് ആണ്. ഇപ്പോൾ സോഴ്സസ് തന്നെ രണ്ടെണ്ണം ഉണ്ട്. റിട്ടേൺ സോഴ്സസും ഉണ്ട്, ഓറൽ എവിഡൻസും ഉണ്ട്. അപ്പോൾ റിട്ടേൺ സോഴ്സസിനെ ഒരു ഒതൻറ്റിക് സോഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ ഓറൽ എവിഡൻസിനെ വാലിഡ് സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. ഓറൽ എവിഡൻസിന് എക്സാമ്പിളാണ് മഹാഭാരത. മഹാഭാരത എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് വാറിങ് കസിൻസ്. എന്നാൽ അതൊരു റിയൽ സ്റ്റോറി ആണോ എന്ന് ഷുവർ അല്ല. ചില ഹിസ്റ്റോറിയൻസ് അതൊരു റിയൽ വാറാണെന്ന് ബിലീവ് ചെയ്യുന്നു, മറ്റു ചിലർ അതിൻ്റെ എവിഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലിറ്റററി സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിറ്റററി സോഴ്സ് രണ്ട് തരത്തിലുണ്ട്. 2 ടൈപ്സ് ഉണ്ട്. റിലീജിയസ് ലിറ്ററേച്ചറും സെക്കുലർ ലിറ്ററേച്ചറും. അപ്പോൾ ആദ്യം നമുക്ക് റിലീജിയസ് ലിറ്ററേച്ചർ നോക്കാം. ഇപ്പോൾ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന പേരിൽ തന്നെയുണ്ട്. ദീസ് ഏൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റ് കണ്ടെയ്ൻ റിലീജിയസ് തീംസ് ആണ് ഈ റിലീജിയസ് ലിറ്ററേച്ചറിൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ മോസ്റ്റ് ഏൻഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റുകളിൽ റിലീജിയസ് തീംസ് ആണ്. അതിന് നമ്മൾ വേദാസ് എന്ന് പറയും. വേദാസ് 4 in നമ്പറാണ്. ഇത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേദാസ് ഏതൊക്കെയാണ്? ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. അപ്പോൾ ഋഗ്വേദയിൽ കൂടുതലും പ്രേയേഴ്സാണ്, പ്രാർത്ഥനകളാണ്. സാമവേദ, യജുർവേദ, അഥർവവേദയിൽ പ്രേയേഴ്സ് ഉണ്ട്. അതുകൂടാതെ റിച്വൽസ്, മാജിക് ആൻഡ് മിഥോളജിക്കൽ സ്റ്റോറീസും ഉണ്ട്. ഇനി അടുത്ത ഉപനിഷത്തുകളെ നമ്മൾ വേദാന്ത എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഉപനിഷത്ത്? ഉപനിഷത്ത് കണ്ടെയ്ൻ ഫിലോസഫിക്കൽ ഡിസ്കഷൻ ഓൺ ആത്മ ആൻഡ് പരമാത്മ. അപ്പോൾ ഉപനിഷത്തുകളിൽ ആത്മാ പരമാത്മയെക്കുറിച്ചുള്ള ഒരു ദാർശനിക ചർച്ചകളാണ് ഉപനിഷത്തുകളിലുള്ളത്. ഇപ്പോൾ നമ്മുടെ 2 ഇതിഹാസമായിട്ടുള്ള രാമായണ ആൻഡ് മഹാഭാരത. അപ്പോൾ മഹാഭാരത എഴുതിയതാരാണ്? വ്യാസമുനിയാണ്. അതിലാദ്യം 8800 വേഴ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ജയഗീത എന്ന് അറിയപ്പെട്ടു. ജയഗീത എന്ന് വെച്ചാൽ എന്താണ്? സോങ് ഡീലിംഗ് വിത്ത് വിക്ടറി. പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്ത് 24,000 വേഴ്സസ് ആക്കി. അപ്പോൾ അതിനെ ഭാരത എന്നറിയപ്പെടുന്നു. പിന്നീട് ഫ്യൂച്ചറിൽ വീണ്ടും അതിനെ എക്സ്പാൻഡ് ചെയ്തു 1 lakh വേഴ്സസ് ആക്കി. അതിനെ മഹാഭാരത എന്നറിയപ്പെടുന്നു. അപ്പം അതാണ് മഹാഭാരത. ഇനി അടുത്തത് രാമായണ. അത് വാൽമീകിയാണ് രാമായണ എഴുതിയത്. 6000 വേഴ്സസ് ആയിരുന്നു ആദ്യം, പിന്നീട് 12,000 വേഴ്സസ് ആക്കി, ഫൈനലി 24,000 വേഴ്സസ് ആക്കി എക്സ്പാൻഡ് ചെയ്തു. ഇനി പോസ്റ്റ് വേദിക് പീരീഡിൽ നമ്മൾ കുറേ റിച്വൽ ലിറ്ററേച്ചർ ഓൺ മോറൽ വാല്യൂസ് റെക്കോർഡ് ചെയ്തിരുന്നു. അതിനെ നമ്മൾ സൂത്രാസ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ രാജാക്കന്മാരുടെ ഗ്രാൻഡ് പബ്ലിക് സാക്രിഫൈസസ് ഒക്കെ റെക്കോർഡ് ചെയ്തിരുന്നത് സൂത്രയാണ്. ശൗത സൂത്ര.
അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക് റിച്വൽസ്, അതായത് മാരേജ്, ബർത്ത്, ഫ്യൂണറൽസ്, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നത് ഗ്രീഷ്യ സൂത്രയിലായിരുന്നു. ഇനി ജെയിൻ മതക്കാർക്ക് അതുപോലെ തന്നെ ബുദ്ധിസ്റ്റുകൾക്ക് ഇവർക്കും ഉണ്ടായിരുന്നു അവരുടേതായ റിലീജിയസ് ബുക്സുകൾ. ഏർലിയർ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് വെയർ റിട്ടൺ ഇൻ പാലി. അപ്പോൾ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളെ അറിയപ്പെട്ടിരുന്നത് ത്രിപിതികാസ്, സുധപിതിക, വിനയപിതിക ആൻഡ് അഭിധമപിതിക എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ one of the most non-religious Buddhist literature are the Jatakas. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ജാതകാസ് എന്താണ്? ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലെ നോൺ റിലീജിയസ് ആയിട്ടുള്ള ഒന്നാണ് ജാതകാസ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബുദ്ധൻ്റെ പ്രീവിയസ് ബർത്തിനെ കുറിച്ചുള്ള, അതായത് അദ്ദേഹം ഗൗതമൻ ആയിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളെക്കുറിച്ചോ ആണ്, സ്റ്റോറീസാണ്. ഇനി അടുത്ത് ജൈന ടെക്സ്റ്റ്. ജെയിൻ മതക്കാരുടെ ടെക്സ്റ്റുകൾ പ്രാകൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിരുന്നത്. അതിനെ അങ്കാസ് എന്നറിയപ്പെടുന്നു. അതിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഫിലോസഫിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് ജൈനാസ് ആയിരുന്നു ആ ടെക്സ്റ്റുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിലീജിയസ് ലിറ്ററേച്ചറിനെ കുറിച്ച് ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് സെക്യുലർ ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. സെക്യുലർ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു റിലീജിയൻ തീമായിട്ട് വരാത്ത ഒരു കാറ്റഗറി ഓഫ് ലിറ്ററേച്ചറാണ് സെക്യുലർ ലിറ്ററേച്ചർ. ഇതിനകത്ത് വരുന്ന ഒരു ക്ലാസ് എന്ന് വെച്ചാൽ ധർമ്മശാസ്ത്ര അല്ലെങ്കിൽ ലോഗ് ബുക്ക് എന്ന് വെച്ചാൽ സോഷ്യൽ ഗ്രൂപ്പുകളുടെ ഡ്യൂട്ടീസ് എഴുതിയിരിക്കുന്ന ധർമ്മശാസ്ത്ര ലോ ബുക്സ് ആണ് ഈ സെക്യുലർ ലിറ്ററേച്ചർ വരുന്ന ഒരു ക്ലാസ്. അപ്പോൾ അതിനകത്തുള്ളൊരു ഏർലിയസ്റ്റ് ബുക്കാണ് മനുസ്മൃതി. മനുസ്മൃതി ഓർത്തു വയ്ക്കുക. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ട്രാൻസ്ലേറ്റഡ് ബൈ ബ്രിട്ടീഷ് ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് ദ ഹിന്ദു കോഡ് ഓഫ് ലോ. അപ്പം കൗതില്യയുടെ അർത്ഥശാസ്ത്ര പ്രൊവൈഡ്സ് റിച്ച് മെറ്റീരിയൽ ഫോർ ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ എക്കണോമി ആൻഡ് പൊളിറ്റി ഓഫ് മൗര്യൻ പീരീഡ്. അതുപോലെ തന്നെ ഗ്രാമറിനെ കുറിച്ചുള്ള ഏർലിയസ്റ്റ് പീരീഡിൽ ഗ്രാമറിനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കായിരുന്നു അഷ്ടധ്യായി, റിട്ടൺ ബൈ പാണിനി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വയ്ക്കുക. ഗുപ്ത പീരീഡിൽ നമ്മുടെ കാളിദാസൻ എൻ്റെ വർക്ക്സ് ആയിരുന്നു അഭിജ്ഞാന ശാകുന്തളം, ഋതുസംഹര ആൻഡ് മേഘദൂതം. ഇതൊക്കെ കാളിദാസൻ എന്താണ് കൂടുതൽ പോയംസും ഡ്രാമാസും ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇതിനകത്ത് ഗുപ്താസിൻ്റെ കൾച്ചറൽ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കാശ്മീരിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് രാജതരംഗിണി. അത് റിട്ടൺ ബൈ കൽഹാന. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഹിസ്റ്ററി റൈറ്റിങ്ങിൽ ബയോഗ്രഫീസ് അല്ലെങ്കിൽ ചരിതാസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ റിലീജിയസ് ടെക്സ്റ്റുകളായിരുന്നു, ബയോഗ്രാഫീസ് ഓർ ചരിതാസ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ സോഴ്സസിന് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഹർഷചരിത. അത് റിട്ടൺ ബൈ ഭാണഭട്ടയാണ്. ഹർഷവർദ്ധനെ പ്രൈസ് ചെയ്തുകൊണ്ട് ഭാണഭട്ട എഴുതിയ ടെക്സ്റ്റാണ് ഹർഷചരിത. അപ്പോൾ ഇതൊക്കെ സെക്യുലർ ലിറ്ററേച്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെക്യുലർ ലിറ്ററേച്ചർ ഒരു ബ്രീഫ് നോട്ട് എഴുതാനൊക്കെ ചോദിക്കും, അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ലിറ്ററേച്ചറാണ് സംഗം ലിറ്ററേച്ചർ. ദ ഏർലിയസ്റ്റ് സൗത്ത് ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് കോൾഡ് സംഗം ലിറ്ററേച്ചർ. ഇറ്റ് വാസ് റിട്ടൺ ഇൻ തമിഴ്. ദിസ് ലിറ്ററേച്ചർ കൺസിസ്റ്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് പോയംസ് ഇൻ പ്രൈസ് ഓഫ് വേരിയസ് ഹീറോസ് വിച്ച് ഈസ് റിട്ടൺ പ്രോബബ്ലി ടു റിസൈഡ് ഇൻ ദ കോർട്ടിലാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ് ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് ദ എപ്പിക്സ് കോൾഡ് സിൽപ്പടികാരം ആൻഡ് മണിമേഖലി. അപ്പോൾ സംഗം ലിറ്ററേച്ചർ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി, എക്കണോമി, പൊളിറ്റി ഒക്കെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു മേജർ സോഴ്സ് ആയിരുന്നു സംഗം ലിറ്ററേച്ചർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിറ്റററി സോഴ്സസിൽ ഉള്ളത്. ലിറ്റററി സോഴ്സസിൽ നമ്മൾ റിലീജിയസ് ലിറ്ററേച്ചറും നോക്കി, സെക്യുലർ ലിറ്ററേച്ചറും നോക്കി. അപ്പോൾ സെക്യുലർ ലിറ്ററേച്ചർ ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ ഈ സംഗം ലിറ്ററേച്ചറും വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതെല്ലാവരും അത് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പം ഇതിൽ 5 ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേദങ്ങളുടെ നെയിം, സാൻസ്ക്രിറ്റ് ഗ്രാമറിനെ കുറിച്ചുള്ള ടെക്സ്റ്റ്, ജതകാസ്, സംഘ ലിറ്ററേച്ചറിനെ കുറിച്ച് ഉപനിഷത്ത്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നോക്കുക.